നമസ്കാരം. VBCയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പാലക്കാട് RSS ഭാരവാഹിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടന്നു. ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. ഹ്യൂജി ഗംഗയുടെ നേതൃത്വത്തിൽ നെടിയശാല ചെള്ളൽ പാടശേഖരത്തിൽ നടന്നുവരുന്ന നെൽകൃഷിയുടെ മുണ്ടകൻ കൊയ്ത്തിനായുള്ള ഞാറുനടിയിൽ നടന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം തൊടുപുഴ DYSP K. സദൻ ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തും ICDS ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബാലാവകാശ വാരാചരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് നിർവഹിച്ചു. DYFI പഴയരിക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്യുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സെക്യുലർ യൂത്ത് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏഴു പതിറ്റാണ്ടുകാലം തൊടുപുഴക്കാരുടെ ഒപ്പമുണ്ടായിരുന്ന TDM ബ്രാൻഡഡ് ഒറിജിനൽ ലെതർ ഷൂസ്, ബാഗ്സ്, ബെൽറ്റ്സ്, ചപ്പൽസ് എന്നിവ ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ പഴയ സ്ഥാപനത്തോട് ചേർന്നുള്ള TDM ഫുട്വെയർ ഷോപ്പിൽ നിന്നു മാത്രം. TDMന്റെ ഉൽപ്പന്നങ്ങൾ കൂടാതെ മറ്റെല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ചെരുപ്പുകളും ബാഗുകളും TDM ഫുട്വെയർ ഷോപ്പിൽ ലഭ്യമാണ്. നിങ്ങളുടെ അടുത്ത പർച്ചേസിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ. TDM ഫുട്വെയർ ഷോപ്പ്, തൊടുപുഴ. വാർത്തകൾ വിശദമായി. പാലക്കാട് RSS ഭാരവാഹിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തി. ഹിന്ദു ഐക്യവേദി, BJP, BMS, പരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. RSS സേവാ പ്രമുഖ് PR ഹരിദാസ്, PG ജയകൃഷ്ണൻ, പ്രസാദ് വണ്ണപ്പുറം, KN സിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. മലബാർ സമരാനുസ്മരണ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ താലൂക്ക് ഇമാംസ് കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്ററി ആൻഡ് റിസർച്ച് എന്ന കൗൺസിൽ പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി ഓഫ് മാർട്ടേഴ്സ് ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ എന്ന പുസ്തകത്തിന്റെ അതിന്റെ 5ാമത്തെ അധ്യായത്തിൽ നിന്ന് 5 വാല്യങ്ങളാണ് ആ പുസ്തകമുള്ളത്. ICHR പ്രസിദ്ധീകരിച്ചിട്ട് ധാരാളം കാലം, ഒരുപാട് മാസങ്ങളോളം ICHRന്റെ വെബ്സൈറ്റിൽ അത് നമുക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. ഞാൻ അന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഇപ്പോഴും എന്റെ ഫോണിൽ 5 വാല്യവും ഉണ്ട്. ആ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. അതിൽ 5ാമത്തെ ഭാഗത്തിലാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ടുള്ള വിവരണമുള്ളത്. കേരളത്തിലെ മാത്രമല്ല, കർണാടകയിലെയും തമിഴ്നാടിലെയും സൗത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ടുള്ള വിവരമുള്ളത് അതിന്റെ 5ാമത്തെ ഭാഗത്തിലാണ്. ഈ 5ാമത്തെ ഭാഗത്തിലെ 263ാമത്തെ പേജിൽ നമ്മൾ ഇന്ന് പുനരാവിഷ്കരിക്കുന്ന വാരിയം കുന്നന്റെ പേരുണ്ട്. 22ാമത്തെ പേജിൽ ആലി മുസ്ലിയാരുടെ പേരുണ്ട്. ആ പുസ്തകം ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർ അതൊന്ന് മറച്ചു നോക്കിയാൽ ആ ഡിക്ഷണറിയിൽ വളരെ കൃത്യമായി ഇവരുടെയൊക്കെ പേരുകളില്ല. വളരെ ബൃഹത്തായ ഒരു രചനയാണ്, വലിയൊരു ഡിക്ഷണറിയാണ് ഈ ഡിക്ഷണറി ഓഫ് മാർട്ടേഴ്സ് ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം. വളരെ ബൃഹത്തായ രചനയാണ്. പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ഇത് വിവാദമാകുന്നു. ഇതിന്റെ 5ാം ഭാഗം വിവാദമാകുന്നു. മറ്റ് ഭാഗങ്ങൾക്കൊന്നും പ്രശ്നമില്ല. 5ാം ഭാഗത്തിലെ ചില മുസ്ലിം നാമങ്ങൾ പ്രത്യേകിച്ച് വിവാദമായി തീരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ICHRന്റെ സൈറ്റിൽ നിന്ന് ഈ 5ാം ഭാഗം കാണാതാകുന്നു, ഇല്ലാതാകുന്നു. പിന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ആ സാധനം അവിടെ നിന്ന് നീക്കപ്പെട്ടു.
387ഓളം കേരളത്തിലെ മാപ്പിള സമര സേനാനികളുടെ പേരുകൾ അടങ്ങിയ ഒരു ഡിക്ഷണറി, ഒരു വാല്യം, 5ാമത്തെ വാല്യം അങ്ങനെ തന്നെ ICHR സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ആ പേരുകൾ ആരെയാണ് ഇത്രയും അധികം അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നതാണ് ഇവിടുത്തെ ചരിത്ര ഈ വിശകലനത്തിലെ ചിന്താവിഷയം. മലബാർ സമരാനുസ്മരണ സമിതിയുടെ ഗാനമേളയും നാടകവും അവതരിപ്പിച്ചു. തൊടുപുഴ മേഖലാ കൺവീനർ MA മുജീബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോയിന്റ് കൺവീനർ ഷെഫീഖ്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കാഞ്ഞാർ അബ്ദുൾ റസാഖ് മൗലവി, കരീം റഷാദി, ഷെറീഫ് ഉക്കിണി വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫ്യൂജി ഗംഗയുടെ നേതൃത്വത്തിൽ നെടിയശാല ചെള്ളൽ പാടശേഖരത്തിൽ നടന്നുവരുന്ന നെൽകൃഷിയുടെ മുണ്ടകൻ കൊയ്ത്തിനായുള്ള ഞാറുനടിയിൽ നടന്നു. പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യതിചലിച്ച് പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്താലാണ് ഞാറുകൾ നട്ടത്. ഫ്യൂജി ഗംഗയുടെ നേതൃത്വത്തിൽ നെടിയശാല ചെള്ളൽ പാടശേഖരത്തിൽ നടന്നുവരുന്ന നെൽകൃഷിയുടെ മുണ്ടകൻ കൊയ്ത്തിനായുള്ള ഞാറുനടിയിൽ നടന്നു. പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യതിചലിച്ച് പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്താലാണ് ഞാറുകൾ നട്ടത്. കഴിഞ്ഞ വിരിപ്പ് കൃഷിയിൽ ഈ പാടശേഖരത്തിൽ ഫ്യൂജി ഗംഗ ഒഴികെയുള്ള മറ്റു കർഷകരാരും തന്നെ കൃഷി ചെയ്തിരുന്നില്ല. എന്നാൽ ഇക്കുറി മുഴുവൻ കർഷകരെയും ഒരുമിപ്പിച്ച് കൃഷി ഇറക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഫ്യൂജി ഗംഗ പ്രവർത്തകർ. 2 ദിവസങ്ങളിലായാണ് നടിയിൽ പൂർത്തിയായത്. IR5 ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തത്. 16 ദിവസം മുമ്പ് പാടത്ത് തയ്യാറാക്കിയ ഏരികളിൽ പ്ലാസ്റ്റിക് ട്രേകളിലാണ് വിത്ത് വിതച്ചത്. ആ ഞാറുകൾ ട്രേകളിൽ നിന്നും നടീൽ യന്ത്രത്തിൽ എത്തിച്ചാണ് ഞാറുകൾ നടുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഞാറുനടിൽ കർഷകർ ആഘോഷമാക്കി മാറ്റി. ഞാറ് പാകിയിരുന്ന പാടം യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കിളച്ചു ചവിട്ടിയും ഞകിരി വലിച്ചും ഒരു അവിടങ്ങളിലും ഞാറ് പാകി. കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ യന്ത്രവൽക്കരണം പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ ഉതകുമെന്ന പ്രതീക്ഷയിലാണ് ഫ്യൂജി ഗംഗ പ്രവർത്തകർ. വിരിപ്പ് കൃഷിയുടെ കൊയ്ത്തും യന്ത്രങ്ങളുടെ സഹായത്താലാണ് നടത്തിയിരുന്നത്. യന്ത്രവൽക്കരണത്തിലൂടെ തൊഴിലാളികളെ ലഭിക്കുവാനുള്ള തടസ്സം മറികടന്ന് കൃഷി കൂടുതൽ ലാഭകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, നെടിയശാല. തൊടുപുഴ YWCയിൽ ശിശുദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് അഗസ്റ്റിൻ ശിശുദിന സന്ദേശം നൽകി. കുട്ടികൾക്കുള്ള മത്സരങ്ങളും ക്വിസ് മത്സരവും നടത്തി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികൾ ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നത് ചാച്ച നെഹ്റു എന്നാണ്. അദ്ദേഹം എവിടെ ചെന്നാലും കുട്ടികളെ അടുത്ത് വിളിക്കുകയും വാത്സല്യം പ്രകടിപ്പിക്കുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടികളോട് ഇത്രയും വാത്സല്യം കാണിച്ചിട്ടുള്ള നേതാക്കന്മാർ വളരെ കുറവാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 17 കോടിയോളം കുട്ടികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കുട്ടികളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തലമുറയാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് കുട്ടികളെ പൂമട്ടുകൾ പോലെ കരുതണം എന്നാണ്. അതുപോലെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടതാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അവർ നമ്മുടെ നാളത്തെ പൗരന്മാരാണ്. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി, ത്യാഗത്തിൻ നവിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി, ത്യാഗത്തിൻ നവിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി.
തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം തൊടുപുഴ ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം തൊടുപുഴ ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എല്ലാ പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്തു, ലൈഫ് ക്ലാസ് എല്ലാം അറേഞ്ച് ചെയ്തു. പക്ഷേ ഞാനത് പറയില്ല, കാരണം വേറെ നമുക്ക് സാധാരണ ഒരു പക്ഷെ എന്താ അതിനുശേഷം എല്ലാ പ്രോഗ്രാമും എനിക്ക് വളരെ സന്തോഷം. കാരണം അതിന് ശേഷം ഒരു 18 പരിപാടിയുണ്ട്. ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ മൗണ്ടൻ ഫൈറ്റ് നമ്മുടെ അപ്പോൾ ഇവിടെ 14 ഏകദേശം 450 പാർട്ടിസിപ്പൻസും ഏകദേശം 50 മറ്റ് സ്റ്റാഫുകളും ഈ തൊടുപുഴയെ പറയുന്നത് അനുഭവിക്കുന്ന തൊടുപുഴയുടെ സ്നേഹ ഏറ്റുവാങ്ങുന്നതിന് കോഴ്സ് പേരിക്കപ്പെടുന്നത് വളരെ സന്തോഷം. കാരണം ഈ 1.5 വർഷത്തിന് ശേഷം നമ്മൾ ആക്റ്റീവായിട്ട് ഒരു ഇൻഡോർ പ്രാക്ടീസ് സെൻറ്റേഴ്സാണ് വഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും പ്രാക്ടീസ് കിട്ടിയിട്ടില്ല, പലർക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലെ മികച്ച വെയ്റ്റ് ലിഫ്റ്ററായി യഥാക്രമം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആദർശ്, ഹർഷ എന്നിവരെയും, ജൂനിയർ വിഭാഗത്തിലെ മികച്ച വെയ്റ്റ് ലിഫ്റ്ററായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ദിൽജിത്ത്, അഞ്ജന ശ്രീജിത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള ട്രോഫി, മെഡൽ എന്നിവ ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മുഖ്യാതിഥിയും തൊടുപുഴ ഡിവൈഎസ്പിയുമായ കെ സദൻ, കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ശ്രീനാഥ്, സെക്രട്ടറി G ബാലകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ രതീഷ് കുമാർ PR, ആം റെസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കോക്കാട്ട്, ഒളിമ്പിക് വേവ് ജനറൽ കൺവീനർ സണ്ണി മണർക്കാട്ട്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, മുനിസിപ്പൽ കലാ കായിക വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS രാജൻ, ബേസ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശരത് യു നായർ, ജില്ലാ സെക്രട്ടറി MS പവനൻ, ട്രയാത്തലൺ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനു J കൈമൾ, മുനിസിപ്പൽ ഒളിമ്പിക് വേവ് ചെയർമാൻ PS ഭോഗീന്ദ്രൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ KK തോമസ്, റഫീഖ് പള്ളത്തുപറമ്പിൽ തുടങ്ങിയവർ വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി ബേബി വർഗീസ്, ഖോഖോ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബോബു ആന്റണി, ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി ബേബി അബ്രഹാം, KIMF രക്ഷാധികാരി ജോസ് വർക്കി, KHRA സെക്രട്ടറി നൌഷാദ് TK, ന്യൂമാൻ കോളേജ് കായിക വിഭാഗം മേധാവി എബിൻ വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ന്യൂമാൻ കോളേജിൽ അസാഫ് സെല്ലിന്റെയും ആദ്യ പ്രോഗ്രാമായ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന്റെയും ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കോളേജിലെ കായിക വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോഴ്സ് നടത്തപ്പെടുന്നത്. കോഴ്സിന്റെ കൈപ്പുസ്തകം കോളേജ് മാനേജർ റവറൻഡ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, കോളേജ് ബർസാർ ഫാദർ പോൾ കാരക്കൊമ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സാജു അബ്രഹാം, കോഴ്സ് കോർഡിനേറ്റർ എബിൻ വിൽസൺ, അസാബ് ജില്ലാ പ്രോഗ്രാം മാനേജർ അനു പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തും ICDS ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബാലാവകാശ വാരാചരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തും ICDS ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബാലാവകാശ വാരാചരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അസീസ് ഇലയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ICDS സൂപ്പർവൈസർ ആശ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ താഹിറ അമീർ, മോളി ബിജു, മെമ്പർമാരായ സുജാത ശിവൻ, സുബൈദ അനസ്, ബിന്ദു ശ്രീകാന്ത്, ബിൽസി മാർട്ടിൻ, സൂസി റോയ്, അംഗൻവാടി ടീച്ചർ സീന ഇസ്മായിൽ, KPMS ഭാരവാഹി പ്രകാശ് തങ്കപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരം നടത്തി. പങ്കെടുത്ത കുട്ടികൾക്ക് മധുര പലഹാരവും സമ്മാനവും വിതരണം ചെയ്തു. പത്മാവതി രഘുനാഥ് നന്ദി പറഞ്ഞു. വൃശ്ചികം പിറന്നു. ശരണഘോഷം കൊണ്ട് മുഖരിതമാകുന്ന മണ്ഡലകാലത്തിന് ആരംഭമായി. മണ്ഡലകാല വ്രതാചരണത്തിന് ക്ഷേത്രങ്ങളിൽ തുടക്കമായി. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആഘോഷങ്ങൾ ചുരുക്കി ക്ഷേത്ര ആചാരങ്ങളിൽ ഒതുക്കി മാത്രമാണ് വ്രതാചരണം.
ധർമ്മശാസ്താവേ, ഇല്ലാളി വീരനേ, ഭൂമിക്കുടെ നാഥനേ, ഭൂമി പ്രപഞ്ചനേ, കാത്തുരക്ഷിക്കണം പിന്നെ ഭഗവാനേ, ഹരിഹര സോനാനന്ദയ്യപ്പ സ്വാമി. ശരത്കാലത്തിന്റെ സൗന്ദര്യം തുടിക്കുന്ന തെളിമാനം, കുളിര് കോരുന്ന മഞ്ഞണിഞ്ഞ പുലരികൾ, ആ പതിവുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായാണ് ഇക്കുറി വൃശ്ചികത്തിന്റെ വരവ്. കാലം നോക്കാതെ കോരിച്ചൊരിയുന്ന മഴയിലും ഭക്തിയുടെ കുളിരുമായി വൃശ്ചിക പുലരിയുടെ നാളുകൾ ഇതാ വീണ്ടും. ഇന്ന് വൃശ്ചികം 1, മണ്ഡലകാലത്തിന് തുടക്കം. ആധികളും വ്യാധികളും അകറ്റുന്ന അയ്യനെ കാണാൻ പുണ്യപാപ ചുമടുകളുടെ ഇരുമുടി കെട്ടുമേന്തിയെത്തുന്ന ഭക്തസഹസ്രങ്ങൾക്ക് ഒരേയൊരു ലക്ഷ്യം, ശബരിമാമല. ആ ദിവ്യസന്നിധിയിലേക്കുള്ള ഒരേയൊരു മാർഗം, 18-ാം പടി. ആ മനസ്സുകളിൽ തുടിക്കുന്നത് ഒരേയൊരു മന്ത്രം, ശരണമയ്യപ്പ. അയ്യപ്പനിലേക്കുള്ള യാത്ര എന്നാൽ തത്വമസിയിലേക്കുള്ള യാത്രയാണ്. എല്ലാം ഒന്നെന്ന തിരിച്ചറിവിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ മഹാമാരിയില്ല, പേമാരിയില്ല. എല്ലാ തടസ്സങ്ങളും അവിടെ വഴിമാറുന്നു. ആ ദിവ്യനാമം അയ്യപ്പ, ഞങ്ങൾക്ക് ആനന്ദദായക നാമം എന്ന് ഗന്ധർവ ഗായകൻ മോഹനരാഗത്തിൽ പാടിയത് അന്വർത്ഥമാകുന്നത് അതുകൊണ്ട് തന്നെ. തടസ്സങ്ങളെ മുഴുവൻ തട്ടിമാറ്റി ആത്മീയതയുടെ ആനന്ദം തരുന്ന ദിവ്യനാമം തന്നെയത്. ലൗകികതയുടെ കെട്ടുപാടുകളിൽ നിന്നും അലൗകികതയുടെ പൂങ്കാവനത്തിലേക്കാണ് ഭക്ത മനസ്സുകളുടെ യാത്ര. ചരിത്രവും ഐതിഹ്യവും പുരാണവും വിശ്വാസവും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഭക്തിയുടെ പൂങ്കാവനം. പന്തളത്തോമനയായ മണികണ്ഠൻ കലിയുഗ വരദനായ അയ്യപ്പനായും ധർമ്മ സംസ്ഥാപകനായ സാക്ഷാൽ ധർമ്മശാസ്താവുമായൊക്കെ ആരാധിക്കപ്പെടുന്ന ഭക്തിയുടെ ഉത്തുംഗത. പരമാത്മ ചൈതന്യത്തിൻ്റെ പാരമ്യത്തിലേക്കുള്ള ആ യാത്ര ലൗകികതയുടെ കൊടും കാട്ടിലൂടെയാണ്. മഹാമാരിയും പേമാരിയും പോലുള്ള എല്ലാ തടസ്സങ്ങളെയും മറികടന്നു വേണം യാത്ര. അയ്യപ്പ സന്നിധിയിലെത്താൻ പൊന്നു 18-ാം പടി കയറുന്നതിന് ഭക്തന്റെ ശിരസിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രധാനവും ഇത് തന്നെ. പരമ്പൊരുൾ തേടിയുള്ള ഈ യാത്രയിൽ സ്വന്തം പുണ്യപാപങ്ങളുടെ ഭാരമാണ് തലയിലേറ്റുന്നത് എന്നാണ് സങ്കല്പം. ഈശ്വരനും ഭക്തനും ഒന്ന് എന്ന സങ്കല്പം ഇരുമുടിക്കെട്ടിൽ പോലുമുണ്ട്. ഇരുമുടിക്കെട്ട് എന്ന വാക്കിൽ നിന്നും വ്യക്തമാകുന്നത് പോലെ 2 മുടികൾ ചേർന്ന കെട്ട് തന്നെയാണിത്. പള്ളിക്കെട്ടിലെ മുൻമുടിയിൽ അയ്യപ്പനും മറ്റു ദേവന്മാർക്കുമുള്ള പൂജാദ്രവ്യങ്ങളാണ് ഉണ്ടാവുക. പിൻമുടിയിൽ വനയാത്രയിൽ ഭക്തന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും. അങ്ങനെയാണ് ഇരുമുടിക്കെട്ടിന് ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന അദ്വൈത ഭാവം കൈവരുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മാലയിടൽ ചടങ്ങ് നടന്നു. കന്നി അയ്യപ്പന്മാരും പഴമക്കാരും മാളികപ്പുറങ്ങളും ഉൾപ്പെടെയുള്ളവർ മാലയിട്ട് അയ്യപ്പനെ ദർശിക്കുവാൻ വ്രതാനുഷ്ഠാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം മാർശ്രീവ പള്ളിക്ക് മുമ്പിൽ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായിരിക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാത കൂടിയായ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. വണ്ണപ്പുറം മാർശ്രീവ പള്ളിക്ക് മുമ്പിൽ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാത കൂടിയായ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത്. ഈ കാണുന്ന റോഡ് ആലപ്പുഴ മധുര ഹൈവേ റോഡാണ്. ഇത് മധുര റോഡാൻ വേണ്ട കാര്യമില്ല. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ലോക്കൽ റോഡിനേക്കാളും സ്ഥിതി മാർഗമാണ്. വണ്ടിയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെയൊക്കെ എല്ലാം ഒടിഞ്ഞു. അതായത് എത്ര മേളിലൊരു വണ്ടിയുടെ ആക്സിൽ വഴി ഒടിഞ്ഞു പോയി. ആ കട്ടർ ഈ ലോഡും പുറത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. ലോഡും പുറത്ത് വന്ന വണ്ടികളെല്ലാം മറിഞ്ഞു പോവാം. ആ ലോഡൊക്കെ പ്ലാത്തിക്കവല ആ കയറ്റം കയറി വന്നപ്പോൾ ഒരു ലോറി കഴിഞ്ഞ ദിവസം മറിഞ്ഞിട്ട് അതിൻ്റെ ലോഡ് പോയത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. ആൾ തട്ടിപ്പോയെന്നവരെ ഓർക്കുള്ളൂ. അത്ര രൂപയുടെ ലോഡാണ് അവിടെ തള്ളിപ്പോയത്.
പറയുമ്പോൾ നമ്മളെല്ലാവരും റോഡ് നമുക്കിപ്പോൾ ദാരിദ്ര്യ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശരിയല്ല, ഇപ്പോൾ ഈ റോഡൊന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു 100 വണ്ടിയാണ് പോകുന്നത്. ഇതൊന്ന് പാച്ച് വർക്ക് പോലും ചെയ്തിട്ടില്ല ഇത്ര നാളായിട്ട്. റോഡ് കണ്ടാൽ തന്നെ ആൾക്കാർക്കറിയാം ഇത് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഇത് മെയിൻ റോഡാണ്, അത് ഒന്നും ആരും കണക്കിലെടുക്കുന്നില്ല. അതില്ലേ ഇത് വണ്ണപ്പുറം കട്ടപ്പന അങ്ങോട്ട് പോകുന്ന റോഡാണിത്. ഇത് ഈ വളരെ കാലമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതാണ്. ഇത് MLA ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് തുടങ്ങും നാളെ തുടങ്ങുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല. ഇതുവരെ ഒരു പരിപാടിയും നടന്നിട്ടില്ല. വളരെ ശോചനീയാവസ്ഥയാണ് ഈ വഴിക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. നമ്മളിവിടുന്ന് വഴി അങ്ങോട്ട് പോയാൽ വളവും തിരിവും ഇറക്കവും കയറ്റവും എല്ലാം കൂടെ കൂടിയതാണ്. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുവാണെങ്കിൽ കട്ടറെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാരനോ ബസ് യാത്രയിലോ അല്ലെങ്കിൽ മറ്റു വണ്ടികളിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ റോഡിൽ വാഴ കുഴിച്ച് വയ്ക്കുകയും തരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണിയാനുള്ളൊരു കരുതലുണ്ടാവണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. റോഡ് നല്ലതല്ലാത്തതുകൊണ്ട് എപ്പോഴും വെള്ളപ്പൊക്കവും കുന്തും കുഴിയായിരുന്ന വണ്ടി അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ 2 പ്രാവശ്യം വണ്ടി അപകടം ഉണ്ടായി. പിന്നെ ഇവിടെ ഓടയില്ലാത്തതുകൊണ്ട് വെള്ളം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതുകൊണ്ടാണ്. കൂടാതെ വണ്ണപ്പുറം പഞ്ചായത്ത് മാർക്കറ്റിന്റെ മുൻപിൽ റോഡ് തകർന്നത് മൂലം അപകടങ്ങൾ പെരുകുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മാർസ്ലിവ പള്ളിക്ക് മുമ്പിലുള്ള കുഴികൾ അടച്ച യാത്ര സുഗമമാക്കിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. വളരെ മോശമാണ് ഈ റോഡ്. കുറച്ചായേ ഉള്ളൂ പണിത് പോയിട്ട്. പക്ഷേ അപ്പടി കട്ടറാണ്. നമുക്ക് സ്കൂട്ടർ കൊണ്ട് വരുമ്പോൾ വണ്ടി വെട്ടിക്കാൻ പോലും പറ്റില്ല. വെട്ടിക്കുമ്പോൾ കുഴിയിലോട്ടൊക്കെ ചാടുവാണ്. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റണില്ല. കാരണം ഫുള്ള് കുഴിയാണ്. എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. കൂടാതെ ഈ മേഖലകളിൽ വെളിച്ചമില്ലാത്തതിനാൽ രാത്രികാല സഞ്ചാരം ദുർഘടമാണ്. ഇവിടെ വഴികൾ വളരെ കട്ടറും കുഴികളായിട്ട് ഗതാഗതത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വഴിവിളക്കുകളൊന്നും തെളിയുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ സർക്കാർ ഇത് നിങ്ങളെ അറിവിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വണ്ണപ്പുറം മുതൽ വെൺമണി വരെയുള്ള ഈ റൂട്ടിലെ കുഴികൾ അടച്ച് യാത്ര സുഗമമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഡിവൈഎഫ്ഐ പഴയരിക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്കുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സെക്കുലർ യൂത്ത് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സെക്യുലർ യൂത്ത് ഫെസ്റ്റ് ഡിവൈഎഫ്ഐ പഴയരിക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അശോക് MM അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനോടും വല്ലഭായ് പട്ടേലിനോടും സവർക്കർ ഭാവമാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് 13 വർഷം ജയിലിൽ കിടന്ന ആളാണ്. പിന്നെ 1.5 വർഷക്കാലം വീട്ടു തടങ്കലിൽ കഴിഞ്ഞു. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഉപദ്രവിക്കരുത്, സവർക്കറെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. സവർക്കറെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്ന് വല്ലഭായ് പട്ടേൽ അന്ന് പറഞ്ഞു. ഇതെല്ലാം ചരിത്രമാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഡിറ്റാജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്യുലർ യൂത്ത് ഫെസ്റ്റിന് അഭിവാദ്യമർപ്പിച്ച് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കീർത്തന PS, സിബി മാത്യു, K സന്തോഷ് കുമാർ, ബിജി രവീന്ദ്രൻ, റെജി VR എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സഹകരണത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ മക്കൾക്കൊപ്പം രക്ഷാകർതൃ ശാക്തീകരണ പരിപാടി നടത്തി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കോവിഡ് മഹാമാരി കാലത്ത് രക്ഷിതാക്കൾക്കായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മക്കൾക്കൊപ്പം രക്ഷാകർതൃ ശാക്തീകരണ പരിപാടിയിൽ ക്ലാസുകൾ നയിച്ച അധ്യാപകർക്ക് അനുമോദനവും അംഗീകാര പത്രിക നൽകലും നടന്നു. കട്ടപ്പനയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി K ഫിലിപ്പും പീരുമേട് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ M രമേശും നിർവഹിച്ചു. യോഗത്തിൽ SSK കട്ടപ്പന BPC മുരുകൻ V അയ്യത്തിൽ, അധ്യാപകരായ സെൽവം, സരിത V രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിഷത്ത് ജില്ലാ സെക്രട്ടറി VV ഷാജി ആമുഖ അവതരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PA തങ്കച്ചന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ R മുരളീധരൻ സ്വാഗതവും ചിത്രാലയം ശശികുമാർ നന്ദിയും പറഞ്ഞു. +1 പ്രവേശനോത്സവം ആവേശമാക്കി ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ലിസി പൗലോസ് അധ്യക്ഷത വഹിച്ചു. +1 പ്രവേശനോത്സവം ആവേശമാക്കി ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വീണ്ടും വിദ്യാലയത്തിലേക്ക് +1 കൂട്ടുകാരെത്തി. പ്രവേശനോത്സവം PTA പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം. എല്ലാവരും വാക്സിൻ എടുക്കണം. കുട്ടികൾക്ക് വാക്സിൻ ആയിട്ടില്ല, ഉടനെ തന്നെ ആവും.
പ്രായപൂർത്തിയായ എല്ലാവർക്കും വാക്സിനായി. അപ്പോൾ ഇതെടുത്ത് നമ്മൾ സർക്കാർ പറഞ്ഞ നിയമങ്ങളനുസരിച്ച് നമ്മുടെ അധ്യയന വർഷം മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല വിജയശതമാനം നമ്മൾ മേടിക്കണം. വിചാരിക്കരുത് അധ്യാപകർ ഇത് കോളേജ് പോലെയല്ലേ, അധ്യാപകർ കുറച്ച് പറഞ്ഞു തരും, ബാക്കി നിങ്ങൾ വായിച്ചു പഠിക്കണം, എന്നാലേ നമുക്കിത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും. നിങ്ങളുടെ വിജയശതമാനമാണ് നിങ്ങളെ ഭാവി നിശ്ചയിക്കുന്നത്. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് മുന്നോട്ടുള്ളൂ. പണ്ട് SLC ആണ്, ഇപ്പോൾ +2 ആണ്. നവാഗതർക്ക് മധുരം നൽകി വരവേറ്റു. പ്രിൻസിപ്പൽ ലിസി പൗലോസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് രത്നകുമാരി TB മുഖ്യ സന്ദേശം നൽകി. അധ്യാപകരായ ബിജു KV, ബെൽക്കിസ് PM, റെജീന, മനോജ് T. ബെഞ്ചമിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചാത്തമറ്റം. തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഹെഡ്ജ് സുസുക്കി ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തിൽ റാലി നടത്തി. സിബിൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഇമ്മാനുവൽ സ്നേഹാശ്രമത്തിലെ കുട്ടികൾക്കൊപ്പം ഭക്ഷണം പങ്കിട്ടു. കുട്ടികൾക്ക് യൂണിഫോമും സമ്മാനിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ സുസുക്കിയുടെ തൊടുപുഴയിലെ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഹെഡ്ജ് സുസുക്കി സംഘടിപ്പിച്ച ചിൽഡ്രൻസ് ഡേ ആഘോഷം വേറിട്ട ഒരു അനുഭവമായി. ഹെഡ്ജ് സുസുക്കി ജിക്സർ റൈഡേഴ്സ് ക്ലബ് സംഘടിപ്പിച്ച ചിൽഡ്രൻസ് ഡേ ജിക്സർ റൈഡ് കുട്ടികളുടെ പ്രതിനിധിയായി ബേബി ഇസ ഫെബിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി ഹെഡ്ജ് സുസുക്കി ഷോറൂമിൽ നിന്നും ഇമ്മാനുവൽ ഓർഫനേജിലേക്കാണ് ജിക്സർ റൈഡ് സംഘടിപ്പിച്ചത്. അവിടെയുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂൾ യൂണിഫോമുകൾ വിതരണം ചെയ്യുകയും അവരുടെ കൂടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തും തുടർന്ന് കുട്ടികൾ നടത്തിയ വിവിധ കലാപരിപാടികൾ കണ്ടുമാണ് ജിക്സർ റൈഡേഴ്സ് മടങ്ങിയത്. ജിക്സർ റൈഡ് വഴി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതിലൊരു ഭാഗമാകാനും വേണ്ടിയാണ് ഇതുപോലൊരു ചാരിറ്റി പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഹെഡ്ജ് സുസുക്കി പ്രൊമോട്ടേഴ്സായ ജോസഫ് സിജോയും ഫെബിൻ സേവിയറും അറിയിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഹെഡ്ജ് സുസുക്കി റോഡ് സേഫ്റ്റി ക്ലബിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റി സീനിയർ സിറ്റിസൺസ് മീറ്റ് നടത്തി. പ്രസിഡന്റ് PV ഡാമിയൻ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാംസൺ അക്കക്കാട്ട്, ഫൊറോനാപ്പള്ളി വികാരിയും കരുണ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരിയുമായ ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ, സൊസൈറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് NR നാരായണൻ, TA എബ്രാഹിം തുണ്ടത്തിൽ, ഇസ്മായിൽ, ടോമി പറയനിലം, സെബാസ്റ്റ്യൻ, KJ ജോസഫ് കണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കവി തൊമ്മൻകുത്ത് ജോയി കവിത അവതരിപ്പിച്ചു. ട്രഷറർ KV ദേവസ്വേ നന്ദിയും പറഞ്ഞു. ജർമ്മൻ ജനതയോട് പ്രത്യേകിച്ച് യഹൂദരെ അവതരിപ്പിച്ചിട്ടുള്ള രോഗങ്ങൾ എണ്ണി പറഞ്ഞ് ഇത്തര ചിലപ്പോഴെല്ലാം പ്രസംഗത്തിനിടയിൽ പൊട്ടിക്കരഞ്ഞെന്ന് ചോദിക്കുന്നു. നമ്മൾ ഈ ഗതികേടിലെത്തി ഇനി ജർമ്മൻ ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നു? പാലക്കാട് പറളയിൽ നടന്ന മാസ്റ്റേഴ്സ് നീന്തൽ മത്സരത്തിൽ 25 വയസ്സിന് മുകളിലുള്ളവരുടെ ബാക്ക് സ്ട്രോക്ക് ഇനത്തിൽ 1ാം സ്ഥാനവും ബ്രീത്ത് സ്ട്രോക്ക് ഇനത്തിൽ 2ാം സ്ഥാനവും ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ 2ാം സ്ഥാനവും മൂലമറ്റം സ്വദേശി ബിജി വിക്ടർ ആലനോലിക്കൽ കരസ്ഥമാക്കി. മൂലമറ്റം അക്വാറ്റിക് സെന്ററിലെ വനിതാ നീന്തൽ പരിശീലകയാണ്. തൊടുപുഴ ഇടുക്കി റോഡിൽ മംഗലം നോർത്ത് എൻഡ് വ്യാപാര സമുച്ചയത്തിലെ ഓടയുടെ മുകളിലുള്ള ഇരുമ്പ് ഗ്രിൽ മോഷ്ടിക്കുന്നതിനുള്ള ശ്രമം നടന്നു. 2 ആഴ്ചകൾക്ക് മുൻപ് മറ്റൊരു ഗ്രിൽ ഇവിടെ നിന്നും മോഷ്ടിച്ചിരുന്നു. മുൻപ് മോഷണം നടത്തിയതും ഇവർ തന്നെ എന്ന് സംശയിക്കുന്നു. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തൊടുപുഴ പോലീസിന് വ്യാപാരികൾ പരാതി നൽകി. കൂടാതെ ഇവർ ഉൾപ്പെട്ട ഒരു സംഘം മദ്യപർ മിക്ക സമയങ്ങളിലും റോയൽ ഗാർഡൻസ് റെസിഡൻസ് റോഡിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി വിവസ്ത്രരായി അസഭ്യങ്ങൾ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ആരോപണമുണ്ട്.
മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീരാമവിലാസൻ ചവളർ സൊസൈറ്റി സംസ്ഥാന സമിതി ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി. ചവളർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ റദ്ദാക്കുകയും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നും ചവളർ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതീകാത്മക ശ്രദ്ധ ക്ഷണിക്കൽ ഗാന്ധിയൻ ധർണ കോതമംഗലത്ത് ചവളർ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ നെല്ലിക്കുഴിയിൽ നടത്തി. 2 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ടാണ് സമവായത്തിലൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി തന്നെ ഇടപെടണം എന്ന സംഘടന ആവശ്യപ്പെടുന്നത്. സമരം ചവളർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മാച്ചമ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ MV ഗോപി, സംസ്ഥാന സെക്രട്ടറി CE ശശി, KN ബോസ്, KK മോഹനൻ പാലപ്പള്ളി, KV ഗോപി, അമ്പിളി സജീവ്, KG കുട്ടപ്പൻ, PK കൃഷ്ണൻ, MG സജീവ്, കാർത്യായനി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ദോഷകരമായി വരുന്നതല്ല നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും. ഇന്ന് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഇന്നത്തെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 3/1 4 ജില്ലകളെ 3 ജില്ലാ കൂടി ജനങ്ങളുണ്ട്. അതിൽ 40 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന അടിസ്ഥാന തത്വം നിറവേറ്റുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം പാലത്തോട് ന്യൂസ് ബ്യൂറോ കോതമംഗലം. യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തി. ഇരുമലപ്പടി ദ്വാരക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. തീവ്രവാദം വിസ്മയമല്ല, ലഹരിക്ക് മതമില്ല, ഇന്ത്യ മതരാഷ്ട്രമല്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. ഇരുമലപ്പടി ദ്വാരക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ക്യാപ്റ്റനായി നയിച്ച പദയാത്ര നെല്ലിക്കുഴി കവലയിൽ സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. അജീബ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എൽദോസ് രാജു സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനമായാണ് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ഏറെ പ്രതീക്ഷയോടെ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ചെറുപ്പക്കാർ ഈ നാടിനകത്ത് അധികാര രാഷ്ട്രീയത്തിനെതിരെ പടപെടുമ്പോൾ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയം ഈ നാടിനെ പഠിപ്പിക്കുവാൻ, ഈ നാട് മരിക്കാതിരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും UDF-ഉം യൂത്ത് കോൺഗ്രസും ആഗ്രഹിക്കുന്നത് പോലെ കീരമ്പാന സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പൂച്ചക്കുത്തിലുള്ള സെന്റ് ജൂഡ് കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സിറിയക് ഞാളൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും പ്രസംഗവും നടന്നു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പൂച്ചക്കുത്തിലുള്ള സെന്റ് ജൂഡ് കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനം കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സിറിയക് ഞാളൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും പ്രസംഗവും നടന്നു. രണ്ടു ദിവസം നീണ്ടുനിന്ന തിരുനാളിൽ വിശ്വാസ പ്രഘോഷണ റാലിയും പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പൂച്ചക്കുത്ത് കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം ഭൂതത്താൻകെട്ട് കാർമൽ വില്ലേജിലാണ് സമാപിച്ചത്. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. വികാരി ഫാദർ അരുൺ വലിയ താഴത്ത്, ഫൊറോന വികാരി റവറൻ ഡോക്ടർ തോമസ് പറയിടം, ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ഫാദർ സിൻഡോ ആലിങ്കൽ എന്നിവർ വിവിധ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോർഡി മനിയാനിപ്പുറം, ആഗസ്തി വാട്ടപ്പിളിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോതമംഗലം. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ദേശീയ ശിശുദിന പരിപാടി പത്മശ്രീ ഹജ്ജബ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ശ്രദ്ധ ആകർഷിച്ച നന്മമരം പ്രവർത്തനങ്ങൾ കർണാടകയിൽ കൂടുതൽ സജീവമാക്കാൻ
ഇടപെടൽ നടത്തുമെന്നും ഹജമ അറിയിച്ചു. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ദേശീയ ശിശുദിന പരിപാടി പത്മശ്രീ ഹജ്ജബ ഉദ്ഘാടനം ചെയ്തു. ഒരു ഓറഞ്ച് വിൽപ്പനക്കാരനായ തനിക്ക് വിദ്യാഭ്യാസ കുറവ് കാരണമുണ്ടായ പ്രയാസങ്ങളും തുടർന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ വരെ എത്തിച്ചേർന്ന അനുഭവങ്ങളും യോഗത്തിൽ പങ്കുവച്ചു. വരും തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കരുതൽ മികച്ച വിദ്യാഭ്യാസം തന്നെയാണ്. തൻ്റെ നാട്ടിൽ ഒരു പ്രീ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിച്ച നന്മമരം പ്രവർത്തനങ്ങൾ കർണാടകയിൽ കൂടുതൽ സജീവമാക്കാൻ ഇടപെടൽ നടത്തുമെന്നും ഹജ്ജബ അറിയിച്ചു. ಸರ್, ನಾನು ಮಾತಾಡಿದ್ದೀನಿ. ನೀವು ಒಂಚೂರು ಮಾತಾಡಿ. ಅವರು ಕೇರಳದಲ್ಲಿ ಇರೋಂತ ಜನಗಳಿಗೆ, ಆ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನೀವ್ ಏನ್ ಹೇಳ್ತೀರಾ ಅಂತ ಕೇಳ್ತಿದ್ದಾರೆ. ಸರ್, ಈಗ ಒಬ್ಬ ಸಾಮಾನ್ಯ ಮನುಷ್ಯ, ಒಬ್ಬ ಬಡತನ ಇದ್ದ ಮನುಷ್ಯನನ್ನು ನೋಡಿ ಕೇರಳ, ಕರ್ನಾಟಕ, ಭಾರತ ನನ್ನನ್ನು ಈಗ ಉಸಿದಿದ್ರು ಸರ್. ನೋಡಿ, ಅವರು ಚಿಕ್ಕಪುರದವರು ನನ್ನನ್ನು ಪುಟ್ಟ ಕೂಡ ಮಾಡಿದ್ದಾರೆ. ನನ್ನ ಇದು ನನಗೆ ತೋರಿಸಿದ್ದಾರೆ ಚಿಕ್ಕಪುರದವರು. ಆದ್ರೆ ನನಗೆ ಯಾರೆಲ್ಲ ಸಹಾಯ ಮಾಡ್ತಾರೆ, ನಾನು ಹೆಮ್ಮೆ ಆಗ್ತದೆ ಈ ಸಂದರ್ಭದಲ್ಲಿ. ನನಗೆ ಯಾರೆಲ್ಲ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ, ಕೇರಳ ಮತ್ತೆ ಭಾರತ ದೇಶದಲ್ಲಿ ಕರ್ನಾಟಕ ಇದ್ದ ಮೂಲೆ ನನ್ನನ್ನು ಕೇರಳ ತೋರಿಸಿದ್ದಕ್ಕೆ ನಾನು ಎಂತೂ ಋಣಿಯಾಗಿದ್ದೇನೆ. ಮತ್ತೆ ಇನ್ನು ಕೂಡ ನಿಮ್ಮ ಸಹಕಾರ ಸಹಾಯ ನನಗೆ ಬರಬೇಕು ಅಂತ ಹಾರೈಸುತ್ತೇನೆ. യോഗത്തിൽ നന്മമരം ഫൗണ്ടേഷൻ സ്ഥാപകൻ വനമിത്ര ഡോക്ടർ സൈജു ഖാലിദ്, സംസ്ഥാന കോർഡിനേറ്റർ ഷാജഹാൻ രാജധാനി, ഷീജ നൌഷാദ്, നന്മമരം തമിഴ്നാട് കോർഡിനേറ്റർ ഡോക്ടർ ശരണ്യ ജയകുമാർ, കർണാടക കോർഡിനേറ്റർ ഡോക്ടർ സോമശേഖരൻ, ഡോക്ടർ AP മുഹമ്മദ്, സക്കീർ ഒതളൂർ, ബൈജു M ആനന്ദ്, റിസ്വാൻ ഷാജഹാൻ, അർച്ചന ശ്രീകുമാർ, ഹഫ്സത്ത്, ഷാഫി, സുൽഫിക്കർ അമ്പലക്കണ്ടി, സമീർ സിദ്ദിഖി, സിന്ധു R, ഹരീഷ് കുമാർ, ബിജു നൈനാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉജ്ജ്വല ബാല്യം അവാർഡ് നേടിയ നന്മമരം പടവുകൾ ബാലവേദി കോട്ടയം ജില്ലാ കോർഡിനേറ്റർ അലീന ഷെറിൻ ഫിലിപ്പിനെ പത്മശ്രീ ഹജ്ജബ ആദരിച്ചു. തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ലോക പ്രമേഹ പ്രതിരോധ ദിനം ആചരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N ശൈലജാദേവി ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗികൾ ശീലിക്കേണ്ട പഥ്യക്രമങ്ങളെക്കുറിച്ച് ഡോക്ടർ കാജൽ അന്ന മാണി ക്ലാസ് എടുത്തു. നവംബർ 14 എന്നത് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. നവംബർ 14ന്റെ പ്രത്യേകത WHO-യും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഡയബറ്റീസും കൂടി ചേർന്ന് സർ ഫ്രെഡറിക് ബാൻഡിങ്, അതായത് ഇൻസുലിൻ എന്ന ഹോർമോൺ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് നവംബർ 14. ആ ദിവസമാണ് നമ്മൾ പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക രോഗത്തിന് വേണ്ടി ഒരു വിശേഷ ദിവസം ലോകം മുഴുവൻ ആചരിക്കുന്നത് ആ പ്രമേഹ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനും ആ അവബോധം വഴി ഈ രോഗത്തെ തടുത്തു നിർത്തുന്നതിനും ആ രോഗം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ ചികിത്സ അവരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ്. ഈ വർഷത്തെ തീം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആക്സസ് ടു ഡയബറ്റിസ് കെയർ, അതായത് പ്രമേഹത്തിന്റെ ചികിത്സ അല്ലെങ്കിൽ കെയർ രോഗികളിലേക്ക് പ്രാപ്തമാക്കുക അല്ലെങ്കിൽ അവരിലേക്ക് ആ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ് തീം. ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രമേഹം വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെ പല പല മാർഗങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ചിട്ടയായ ഭക്ഷണ രീതി, അതാണ് ഏറ്റവും പ്രധാനം. ആഹാരം തന്നെ മഹാഭൈഷജ്യം എന്നാണ് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നത്. അതായത് ചിട്ടയായ ഭക്ഷണം, ശരിയായ ആഹാരശീലം തന്നെ നല്ലൊരു ശരീരവടിവും അതുപോലെ തന്നെ കഫപ്രധാനമായ ദോഷത്തിലൂടെയാണ് പ്രമേഹ രോഗങ്ങളിലേക്ക് കിടക്കുന്നതെന്നാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വളരെ പ്രധാനമാണ്. അമിതമായി വണ്ണം ഉണ്ടാക്കുന്ന ഭക്ഷണ രീതികൾ, ഷുഗർ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങളും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും പ്രമേഹ രോഗം വരുത്താനുള്ള കാരണമാകുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷനിലേക്ക് വരുന്നതാണ് ഈ ഒട്ടും വ്യായാമമില്ലാതിരിക്കുക. ശരിയായ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അത് ശരിയായി വിനിയോഗിക്കുന്നതിനും രക്തത്തിലെ ഷുഗറിനെ അത് ശരീരകോശങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണമെങ്കിൽ ശരീരത്തിന് ശരിയായ വ്യായാമവും ചിട്ടയായ വ്യായാമവും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ ഹോർമോണിന്റെ വ്യതിയാനം ഉണ്ടാകുവാൻ അനാവശ്യമായ ഉത്കണ്ഠകൾ, മനസ്സിന്റെ വ്യാധികൾ, ഇതെല്ലാം തന്നെ ഹോർമോൺ ഇംബാലൻസ്, അതായത് ഹോർമോണിന്റെ ശരിയായ പ്രവർത്തനമില്ലാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായ അനാവശ്യമായ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നതിനെല്ലാം മനസ്സിന്റെ വ്യാധി, മനോവ്യാധികളെ അകറ്റേണ്ടതും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിനുവേണ്ടി ആയുർവേദവും യോഗയും
വളരെയധികം മനസ്സിനെ നിയന്ത്രിക്കുന്നതായ പ്രാണായാമങ്ങൾ, മറ്റ് ചികിത്സാ മുറകളും സാത്വിക ആഹാരങ്ങളും ശീലങ്ങളും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അത് ശരിയായ ഭക്ഷണ ക്രമീകരണം, ചിട്ടയായ വ്യായാമം, യോഗ പരിശീലനം, ഈ മൂന്നും ചെയ്യുന്നതിലൂടെ പ്രമേഹ രോഗത്തെ അകറ്റി നിർത്തുവാനും പ്രമേഹം വന്നവർക്ക് അത് കൂടുതൽ കോംപ്ലിക്കേഷൻ, ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് ഹൃദയത്തിന്റെ മസിൽസിനെ അതുപോലെ നെർവ്സിനെ എല്ലാം ബാധിച്ച് ഹൃദയസ്തംഭനം പോലുള്ള ഏറ്റവും കൂടിയ മോശമായ അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള രോഗമാണ്. അതുപോലെ തന്നെ ചോരയോട്ടം കുറഞ്ഞ് കാലുകൾ പഴുക്കുക, കാലിലേക്ക് ചോരയോട്ടം ഇല്ലാതെ വരിക, അത് മുറിച്ചു കളയേണ്ടതായ അവസ്ഥയിലേക്ക് വരിക, കണ്ണിലെ ഞരമ്പിനെ ബാധിക്കുന്നതായ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകാതിരിക്കുക, ഇങ്ങനെയുള്ളതിനെല്ലാം മുൻകൂട്ടി തന്നെ നമ്മൾ തടുക്കേണ്ടതാണ്. അതിന് രക്തത്തിലെ ഷുഗർ ലെവലിനെ എപ്പോഴും നിയന്ത്രിച്ച് നിർത്തുവാൻ ഈ ശരിയായ ജീവിതചര്യയിലൂടെ സാധിക്കും. കനൽ ചൂള സിനിമയുടെ ഓഡിഷൻ തൊടുപുഴയിൽ നടന്നു. രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ഗൗരി നന്ദൻ നിർമ്മിക്കുന്ന കനൽ ചൂളയുടെ സംവിധാനം നിർവഹിക്കുന്നത് ഹസൻ സെയ്ദ് അടിമാലിയാണ്. കുടിയേറ്റ മേഖലയിൽ നക്സലിസത്തിന്റെ മറവിൽ ബലിയാടാക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ കഥ പറയുന്ന കനൽ ചൂള സിനിമയുടെ ഓഡിഷൻ തൊടുപുഴയിൽ നടന്നു. രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ഗൗരി നന്ദൻ നിർമ്മിക്കുന്ന കനൽ ചൂളയുടെ സംവിധാനം നിർവഹിക്കുന്നത് ഹസൻ സെയ്ദ് അടിമാലിയാണ്. നമസ്കാരം, ഞാൻ ഹസൻ സെയ്ദ്, അടിമാലിയാണ് സ്വദേശം. ഏതാണ്ട് 40 വർഷം പഴക്കമുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ സിനിമ. ഈ സിനിമയുടെ പേര് കനൽ ചൂള എന്നാണ്. കനൽ ചൂള എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയുടെ ഏകദേശം ഉള്ള സംഭവങ്ങൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഈ സിനിമയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് സിനിമയുടെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ തിരക്കഥാകൃത്ത് തരുന്നതായിരിക്കും. അദ്ദേഹത്തിന് സത്യൻ കോനാട്ടാണ് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗതകാല സ്മരണകൾ ഒപ്പിയെടുക്കുന്ന ഈ ചിത്രം ഒരു കാലഘട്ടത്തിൻ്റെ കഥയിൽ നിന്നും ഈ വർത്തമാന കാലത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ വെട്ടിപ്പിടിക്കാനും വെട്ടിവീഴ്ത്താനും വന്ന ഒരു തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്കുള്ള ഒരു എത്തിനോട്ടം ഈ സിനിമ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന പലരും സിനിമയിലും അതോടൊപ്പം തന്നെ സിനിമയുടെ മുമ്പിലും പിൻപിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു പുതുതലമുറയുടെ സാന്നിധ്യം ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ രേഖപ്പെടുത്തും. സംഗീതം ഭാഷ് ചേർത്തല, ഗാനരചന റോയി പുറമഠം, പ്രൊഡക്ഷൻ കൺട്രോളർ ശ്യാം സുന്ദർ വഴിത്തല, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സനൽ ജോർജ് അടിമാലി. പുതുമുഖ നായികന്മാർ അഭിനയിക്കുന്ന സിനിമയിൽ ഹൈറേഞ്ചിന്റെ ചരിത്രവും സൗന്ദര്യവും ഒപ്പിയെടുത്തിട്ടുണ്ട്. ചിത്രീകരണം നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിൽപ്പനയ്ക്കായി വാറ്റുചാരായം നിർമ്മിക്കുന്നതിനിടെ 2 പേരെ കഞ്ഞിക്കുഴി പോലീസ് പിടികൂടി. പെരിയാർവാലി ആൻഡോവര സ്വദേശികളെയാണ് പുലർച്ചെ 5 മണിയോടെ പിടികൂടിയത്. വീടിന് മുറ്റത്ത് ചാരായം നിർമ്മിക്കുന്നതിനിടെ 2 പേരെ കഞ്ഞിക്കുഴി പോലീസ് പിടികൂടി. ചേലച്ചൂട്, പെരിയാർവാലി, വലിയ കല്ലിങ്കൽ ജോസ്, വാത്തിക്കുടി, ആൻഡോപുരം, പാറയിൽ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്നും 1 ലിറ്റർ വാറ്റു ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. തോമസിന്റെ വീടിന്റെ മുറ്റത്ത് പുലർച്ചെ ചാരായം നിർമ്മിക്കുന്നതിനിടയിലാണ് കഞ്ഞിക്കുഴി CI സാം ജോസിന്റെ നിർദ്ദേശാനുസരണം SI ജോഷി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ പിടികൂടിയത്. ASI നിതീഷ്, CPOമാരായ ബിനു സെബാസ്റ്റ്യൻ, ഷാജു MB എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തിയ ജില്ലാതല ഉപന്യാസ മത്സരത്തിൽ UP വിഭാഗത്തിൽ 1ാം സ്ഥാനവും കവിതാരചനയിൽ 2ാം സ്ഥാനവും ഫിലോമിന J പൈകട നേടി. LP പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം സേറ സിജുവും LP കവിതാരചനയിൽ 1ാം സ്ഥാനം അൽഫോൻസ് J പൈകടയും നേടി. മൂവരും മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോനയിൽ നിന്നും പാലാ രൂപത പാസ്റ്ററൽ കൗൺസിലിലേക്ക് റോയ് J കല്ലറങ്ങാട്ട്, കുരുവിള ജേക്കബ്, ജോസുകുട്ടി അറക്കപ്പറമ്പിൽ, അഡ്വക്കേറ്റ് അമൽ ജോഷി, സിജി ചെറുതോട്ടായിൽ, സോണി അലക്സ് എന്നിവരെ തെരഞ്ഞെടുത്തു. വികാരി ഫാദർ കുര്യൻ കാലായിൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ പേണ്ടാനത്ത് എന്നിവർ നേതൃത്വം നൽകി. ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരണമടഞ്ഞു. തൊടുപുഴ അല്ലസർ കോളേജ് വിദ്യാർത്ഥി കായംകുളം പാലമൂട്ടിൽ ശങ്കരപ്പിള്ളയുടെ മകൻ ഉണ്ണിക്കുട്ടനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നിയന്ത്രണം വിട്ട ബൈക്ക് കോളേജിൻ്റെ ഗേറ്റിൽ ഇടിച്ചാണ് അപകടം. 21 വയസ്സായിരുന്നു. 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഡ്യൂക്ക് ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് RSS ഭാരവാഹിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടന്നു. ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. ഫ്യൂജി ഗംഗയുടെ നേതൃത്വത്തിൽ നെടിയശാല ചെള്ളൽ പാടശേഖരത്തിൽ നടന്നുവരുന്ന നെൽകൃഷിയുടെ മുണ്ടകൻ കൊയ്ത്തിനായുള്ള ഞാറുനടിയിൽ നടന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഇന്റർ ക്ലബ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനം തൊടുപുഴ DYSP K. സദൻ ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തും ICDS ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബാലാവകാശ വാരാചരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദ് നിർവഹിച്ചു. DYFI പഴയരിക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്യുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സെക്യുലർ യൂത്ത് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.